കഴിഞ്ഞ ദിവസം ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജർമ്മനിയിൽ അവിടുത്തെ തദ്ദേശീയരായ അല്ലെങ്കിൽ അവിടുത്തെ ദേശീയവാദികളുടെ പാർട്ടിയായ ജർമ്മൻ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്ന പാർട്ടി AfD ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടി ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഞായറാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അതിൻ്റെ ഫലം വരുമ്പോൾ ജർമ്മൻകാരുടെ അല്ലെങ്കിൽ ദേശീയ വികാരം പ്രതിഫലിപ്പിക്കുന്ന ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടി വലിയ മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നു. കുടിയേറ്റ വിരുദ്ധ പാർട്ടി എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിറിയക്കാരൻ ജർമ്മൻ പൗരന്മാരെ കുത്തി പരിക്കേൽപ്പിച്ചപ്പോഴും അനവധി പേരെ പിന്നീട് മറ്റൊരു അഫ്ഗാൻ പൗരൻ കുത്തി പരിക്കേൽപ്പിച്ചപ്പോഴുമൊക്കെ തെരുവിലിറങ്ങിയതും വലിയ വിഷയങ്ങളുണ്ടാക്കിയതും ഈ പാർട്ടിയായിരുന്നു. ഈ പാർട്ടി ഇപ്പോൾ തുരിങ്കയിൽ വൻ വിജയം നേടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ സാക്സോണിൽ അവർ രണ്ടാമതെത്തിയിരിക്കുന്നു. അതായത് AfD ഇല്ലാതെ ഭരിക്കാൻ മറ്റു പാർട്ടികൾക്ക് കഴിയാത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ മറ്റു പാർട്ടികളായ അതായത് മുഖ്യധാരാ പാർട്ടികളായ സോഷ്യൽ ഡെമോക്രാറ്റുകളും ഗ്രീൻസ്, ലിബറൽ, FDP തുടങ്ങിയ പാർട്ടികളുമൊക്കെ ചേർന്ന് ഭരിക്കാൻ, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവുമായി ഇക്കാലം അത്രയും മത്സരിച്ചിരുന്ന പാർട്ടികൾ ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം AfD നിർണായക റോളിലേക്ക് പല സംസ്ഥാനത്തും എത്തിയതോടുകൂടിയാണ് ഇപ്പോൾ ആ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് മുൻപോട്ട് പോകാൻ ഭരിക്കാനുള്ളൊരു നീക്കത്തിലാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. പക്ഷേ അങ്ങനെ പോകുമ്പോഴും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. കാരണം നാളിതുവരെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി തമ്മിൽ പോർ വിളിച്ച് മുമ്പോട്ട് പോയിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നായി ഒറ്റക്കെട്ടായി ഭരിക്കുമ്പോൾ സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ AfDക്ക് അത് വലിയ മുൻതൂക്കം തന്നെ നൽകുമോ എന്നൊരു ഭയവും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഏതായാലും കുടിയേറ്റക്കാരെ സംബന്ധിച്ച് ഒരു നിർണായക വിവരം തന്നെയാണ്. കാരണം ഒരു വലിയ വാർത്ത തന്നെയാണിത്. ഈ പാർട്ടികൾ മിക്ക സംസ്ഥാനത്തും നിർണായക റോളിലേക്ക് വലിയ ശതമാനം വോട്ടിലേക്ക് വലിയ മുന്നേറ്റം നടത്തി വരുമ്പോൾ സ്വാഭാവികമായി ഈ പാർട്ടിയുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കാതിരിക്കാൻ ജർമ്മനിക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഈ കുടിയേറ്റക്കാർക്കെതിരെ ഇപ്പോൾ നിലപാട് ഘടിപ്പിക്കുകയാണ്. കാരണം അഭയാർത്ഥികളായി വന്ന അതിഥികളായി മാറുകയും പിന്നീട് ഈ അതിഥികൾ ആതിഥേയരാകുകയും ആതിഥേയർ പിന്നീട് കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് ജർമ്മനിയിലും ബ്രിട്ടനിലുമൊക്കെ നാം കണ്ടിരുന്നതെങ്കിൽ അതിനൊരു അറുതി വരുത്തുവാനായിട്ട് ഇല്ലെങ്കിൽ ജർമ്മനിയിലെ ജനം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക്.